ബീഹാറിന്റെ തലസ്ഥാന നഗരിയായ പാറ്റ്നയിലുള്ള ബാപ്പു സമാചർ എന്ന് പറയുന്ന ഒരു AC ഓഡിറ്റോറിയത്തിന്റെ മുൻഭാഗത്ത് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുകയാണ്. ഡോൺ ബോസ്കോ സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കലാവിരുത് നാളെ വൈകുന്നേരം ഈ ഒരു ഓഡിറ്റോറിയത്തിലാണ് നടക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി എല്ലാ ടീച്ചേഴ്സുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നതാണ്. ഓരോ ടീച്ചേഴ്സിനും ഓരോ ഡ്യൂട്ടിയാണ് നൽകുന്നത്. 5000 പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഗവൺമെന്റ് തലത്തിലുള്ള ഒരു പബ്ലിക് ഓഡിറ്റോറിയമാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്രകാരം ഒരു ഓഡിറ്റോറിയം ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് ഗവൺമെന്റ് തലത്തില്. ഏതായാലും ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇതിനോടകം ഈ ഒരു രീതിയിൽ ഒരു ഓഡിറ്റോറിയം പണി കഴിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുകയാണ്. അതും AC ഹാള്. ഒരു ദിവസം വാടകയായിട്ട് ഇവർ ഈടാക്കുന്നത് 2 ലക്ഷത്തിലാണ് ആരംഭിക്കുന്നത്. അതനുസരിച്ചുള്ള ഫെസിലിറ്റീസ് മുഴുവനും ഇവിടെ ലഭ്യമാണ്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ സ്റ്റേജിലും ഒക്കെ നമുക്ക് ലഭ്യമാണ്. ഓഡിറ്റോറിയം മാത്രം വിട്ടുകിട്ടുന്നതിനാണ് ഈ 2 ലക്ഷം രൂപ ഒരു ദിവസത്തേക്ക് ഒരു വ്യക്തി മുടക്കേണ്ടത്. എന്നാൽ അതിന്റെ സർവീസുകൾ മറ്റു പലതും സ്റ്റേജുമായി ബന്ധപ്പെട്ടും ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ടും അലങ്കാര പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ട്. അവയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജ് ഈടാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ പ്രാവശ്യത്തെ ഈ ഒരു അക്കാഡമിക് ഇയറിന്റെ വലിയൊരു വാർഷിക ആഘോഷം ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നടത്തുവാനാണ് പാറ്റ്നയിലുള്ള ഡോൺ ബോസ്കോ അക്കാഡമി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ടീച്ചേഴ്സിനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓരോ ഭാഗത്തും ഓരോ ടീച്ചേഴ്സിനും ഡ്യൂട്ടി നൽകുകയാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഏകദേശം 5000-ഓളം കുട്ടികളും രക്ഷാകർത്താക്കളും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേരുന്നതാ. അവർക്ക് നല്ല രീതിയിലുള്ള സ്കൂളിൻ്റെതായ രീതിയിലുള്ള നല്ല ഒരു ഫെസിലിറ്റീസ് ഒരുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഓരോ ടീച്ചേഴ്സിന്റെയും കടമയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ക്രമീകരണങ്ങൾ കൃത്യമായിട്ട് ഫലമേൽപ്പിക്കുന്നതിന് വേണ്ടി ടീച്ചേഴ്സിനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. 200ഓളം ടീച്ചേഴ്സാണ് ഈ ഒരു 2 സ്കൂളുകളിലായിട്ട് ഡോൺ ബോസ്കോ അക്കാഡമിയിൽ പ്രവർത്തിക്കുന്നത്. അവിടെയാണ് എന്നെ പ്രത്യേകം ക്ഷണിച്ച ജോസാറും സേവനം ചെയ്തു വരുന്നത്. അതും 40ഓളം വർഷങ്ങളായി അവർ തന്നെ ഈ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തു വരികയാണ്. കോടികൾ മുതൽ മുടക്കിയാണ് ഈ ഒരു വലിയ കെട്ടിടം ഗവൺമെന്റ് തലത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് എങ്കിൽ പോലും വരും തലമുറയ്ക്ക് ഗവൺമെന്റ് തലത്തിൽ ഇത് വലിയൊരു അസറ്റായിട്ട് നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. ബീഹാറിനെ കുറിച്ചുള്ള വലിയ ധാരണകളൊക്കെ മാറ്റുന്ന തരത്തിലുള്ള വലിയ വികസന മേഖലയിൽ ഇത് എത്തിച്ചേർന്നിട്ടുണ്ട്. പുറമേ നിന്ന് ആഗമന മിഷൻ നടത്തുമ്പോൾ എത്തണത്തിലാണ് ഈ ഒരു ഓഡിറ്റോറിയം കാണപ്പെടുന്നത്. ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ബീഹാർ സ്റ്റേറ്റിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ.